ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ CMC സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഇത്തിത്താനത്ത് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂളാണ് ആശാഭവൻ. ഭിന്നശേഷിക്കാരായ 130 കുട്ടികൾ അവിടെ പഠിക്കുന്നു. 1973 പ്രവർത്തനം ആരംഭിച്ച ആശാഭവൻ ഏതാണ്ട് 52 വർഷമായി കാരുണ്യത്തിന്റെ മാതൃകയായി ഇത്തിത്താനത്ത് പ്രവർത്തിച്ചു വരുന്നു. ആശാഭവന്റെ വിശേഷങ്ങൾ പൂർണ്ണമായും പങ്കുവയ്ക്കാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് സാധിക്കില്ല. അതിനായി നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പ്രധാന വിശേഷങ്ങളിലേക്ക് വരാം. ആശാഭവന്റെ ചിരകാല സ്വപ്നമായിരുന്നു അവർക്ക് സ്വന്തമായൊരു സ്പോർട്സ് സോൺ ഉണ്ടാവുക എന്നത്. ഇന്നലെ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ, വോളിബോൾ, ജമ്പീറ്റ് തുടങ്ങി വിവിധ സൗകര്യങ്ങൾ ആധുനിക രീതിയിൽ തയ്യാറാക്കിയ സ്പോർട്സ് സോൺ അതിൻ്റെ വെഞ്ചരിപ്പും സമർപ്പണവും ഇന്നലെ നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യാതിഥിയായിരുന്നു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. തറയിൽ പിതാവ് ബാസ്കറ്റ്ബോൾ കയ്യിലെടുത്തപ്പോൾ ആശാഭവനിലെ കുട്ടികൾക്കും അധ്യാപകർക്കും കണ്ടുനിന്ന എല്ലാവർക്കും അത് ഒരുപോലെ ആവേശമായി. യുവജനത്തിന്റെ ഹരവും പുഞ്ചിരിയുടെ പ്രതീകവുമാണ് ആശാഭവന്റെ അപ്പനായ അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവിന്. സ്പോർട്സ് സോണിന് പുറമെ ആശാ ഗ്രീൻ ഇന്നൊവേഷൻ സെന്ററിന്റെ ഭാഗമായി 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായി വിവിധ ഗ്രീൻ ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിശീലന സംവിധാനങ്ങൾ, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, കൃഷി പഠനത്തിനായുള്ള ഫാം സ്കൂൾ, അലങ്കാര മത്സ്യ യൂണിറ്റ് തുടങ്ങിയവയും ക്രമീകരിച്ചിട്ടുണ്ട്. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ യൂണിറ്റുകളുടെ വെഞ്ചരിപ്പും സമർപ്പണവും നടത്തി. കൂടുതൽ വിശേഷങ്ങളുമായി ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ ഡയറക്ടറായ സോണിയച്ചൻ നമ്മളൊപ്പം ചേരുന്നുണ്ട്. അച്ഛൻ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അച്ഛൻ, നമ്മുടെ അതിരൂപതയുടെ ഒരു സ്ഥാപനമാണ് ആശാഭവൻ സ്പെഷ്യൽ സ്കൂള്. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ആദ്യകാലം മുതൽ ഭിന്നശേഷിയായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കുവാനായിട്ട് വളരെ താല്പര്യത്തോടു കൂടി മുൻകൂട്ടി സ്വപ്നം കണ്ട ഒരു അതിരൂപതയാണിത്. കാരുണ്യത്തിന് ഏറെ പ്രാധാന്യം കൊടുത്ത നമ്മുടെ സഭയിലെ അതിപുരാതനമായ ഒരു രൂപതയും കൂടെയാണിത്. ഈ അതിരൂപതയ്ക്ക് കാരുണ്യത്തിന് വലിയ സ്ഥാനം കൊടുക്കുന്ന പിതാക്കന്മാർ വന്നതുകൊണ്ടും ഇപ്പോൾ നമ്മുടെ ആർച്ച് ബിഷപ്പായിരിക്കുന്ന അഭിമന്യ തറയിൽ പിതാവും അതിനോട് ഏറെ താല്പര്യം കാട്ടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന് അഭിമന്യ പിതാവ് തന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ച് 50 വർഷത്തിന് ശേഷം നല്ലൊരു സ്പോർട്സ് സോൺ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. വളരെയേറെ ത്യാഗത്തോടു കൂടി പലരുടെയും കാഴ്ചകളിലൂടെ നമുക്ക് ലഭിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ഈ ജൂബിലി വർഷത്തിൽ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ ദൈവം കൊടുത്ത ഒരു സമ്മാനമാണത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പല ഇന്നൊവേഷൻ പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടും കേരളത്തിൽ തന്നെ വലിയൊരു തെറാപ്പി യൂണിറ്റ് സൗജന്യമായിട്ട് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള സംവിധാനം കൂടി നമ്മൾ ഈ ജൂബിലി വർഷത്തിൽ ചെയ്യുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിലെല്ലാം പലരുടെയും വലിയ അകമഴിഞ്ഞ സഹായവും സഹകരണവും എല്ലാം ഉണ്ട്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഒപ്പം തന്നെ അതിരൂപത കേന്ദ്രത്തിൽ നിന്നുള്ള വലിയ സപ്പോർട്ടാണ് വാസ്തവത്തിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഇടയിലുള്ള വേദനിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സഹായം തന്നെയാണിത്. അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് ആ കുഞ്ഞുങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനായിട്ടും കൂടിയാണ് നമ്മളിത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. ഈ കുഞ്ഞുങ്ങളെ മുൻപിലേക്ക് എത്തിച്ച് ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏകദേശം എത്ര കുട്ടികളുണ്ട് ഇവിടെ? നമുക്ക് ഏതാണ്ട് 130ഓളം കുട്ടികൾ നമുക്ക് ഇവിടുത്തെ പഠനവുമായി ബന്ധപ്പെട്ട് കഴിയുന്നുണ്ട്. ഇവിടെ താമസിക്കാനായിട്ട് കുട്ടികൾ ഏകദേശം 40ഓളം കുട്ടികൾ ഇവിടെ താമസിച്ച് പരിശീലനം അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ സ്പോർട്സ് മേഖലയിലും ഇതുപോലെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ മികവ് പുലർത്തുന്ന പിള്ളേർ എന്തോരം ഉണ്ടാവും? നമുക്ക് ഏതാണ്ട് ഒരു 30ഓളം കുട്ടികൾ ഈ ഒരു സ്പോർട്സ് മേഖലകളിലേക്ക് വളർന്ന് വരുന്നുണ്ട്. അവർക്ക് അതിനുള്ള സാധ്യതകൾ ഇവിടെ നമുക്ക് ഇതുവരെ ഇല്ലായിരുന്നു. പലതരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വലിയ സഹായം ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ നല്ലൊരു സ്പോർട്സ് സോൺ നമുക്ക് ലഭിച്ചത്. എത്ര നാളത്തെ പരിശ്രമം ഉണ്ട് അതിന് പിന്നിൽ? തീർച്ചയായും ഇതിന് ഏകദേശം ഒരു 4-5 മാസത്തെ വലിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് പറയാൻ സാധിക്കും. അത് കുട്ടികൾ എപ്പോഴും വരുമ്പോൾ ചോദിക്കും, അച്ഛാ ഞങ്ങൾക്ക് ഒരു കോർട്ട് ഉണ്ടാക്കി തരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ അതിരൂപതയുടെ പ്രൊക്യുറേറ്റർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ചെറിയാൻ കാരിക്കുമ്പച്ചൻ്റെ അകമഴിഞ്ഞ ഒരു ത്യാഗവും അതോടൊപ്പം തന്നെ ജോർജ് പടനിലം ഡോക്ടറിൻ്റെ വലിയൊരു സംഭാവനയും ഇതിന് പിന്നിലുണ്ട്. അവരുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ശേഷം ചെറിയാൻ കാരിക്കൊമ്പിൽ, സെബാസ്റ്റ്യൻ പുന്നശ്ശേരി തുടങ്ങിയ വൈദികർക്ക് ആശാഭവൻ യാത്രയയപ്പ് നൽകി. 2 വൈദികരും തങ്ങൾക്ക് നൽകിയ സുദീർഘമായ സേവനങ്ങൾക്ക് കുട്ടികളും അധ്യാപകരും അടക്കം ആശാഭവൻ മുഴുവനും നന്ദി അർപ്പിച്ചു.